ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് അതിങ്ങനെ തുടരുകയാണ്. പാർലമെന്റ് മാർച്ചിനായിട്ട് ഇതുവരെയും പോലീസ് അനുമതി നൽകിയിട്ടില്ല. വലിയ രീതിയിലുള്ള സംഘർഷം അത് രാജതലസ്ഥാനത്തുടനീളം കാണുന്നതിനിടയിലാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ MA ബേബി ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം എത്തി ഒരു ചായ കുടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴും പോലീസ് അനുമതി നൽകിയിട്ടില്ല. വലിയ പ്രതിഷേധം അവിടെ അണപൊട്ടി ഒലിക്കുന്നു. മുഖത്ത് ചോര ഒലിച്ച് നിൽക്കുന്ന പ്രവർത്തകരെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നോക്കൂ, 1975 ജൂണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് രാജ്യത്ത് ജനവിരുദ്ധ ആക്രമണങ്ങൾ കെട്ടഴിച്ചു വിട്ടത്. ഇപ്പം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥക്കാലത്ത് നടന്നതിനേക്കാൾ ക്രൂരമായ മർദ്ദനം, ഫലത്തിൽ നമ്മുടെ രാജ്യം ഒരു ജയിലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സമരം അതിൻ്റെ ഒരു ഘട്ടം കടന്നിരിക്കുകയാണ്. ഇന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ സോനം വാങ്ചുക്ക് ഇന്ന് ദിവസങ്ങളായി 3 ആഴ്ചയായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരാഹാര സത്യാഗ്രഹത്തിന് വിരാമം കുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സമരവേദി പാർലമെൻറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ്, അഖിലേന്ത്യാ നേതാവ് ഐഷി ഘോഷ് ഇവരും നിരാഹാരത്തിലായിരുന്നു. മറ്റ് സംഘടനകളുടെ നേതാക്കന്മാരും നിരാഹാരത്തിലായിരുന്നു. അതെല്ലാം ഇന്ന് അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് സമരം നീങ്ങുകയാണ്. നമ്മുടെ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളില്ലാത്ത ഒരു വീടുമില്ല. അപ്പോൾ കോടിക്കണക്കിന് വീടുകളിലെ രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവേശന പരീക്ഷകളും സുതാര്യമായി നടക്കണം, അഴിമതിമുക്തമായി നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. BJP ഭരണത്തിന് കീഴിൽ ഈ പ്രവേശന പരീക്ഷയെല്ലാം നഗ്നമായി അഴിമതിയായി കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ്. അയോധ്യയിൽ രാമൻ്റെ പേരിലും കച്ചവടം നടത്തുകയാണ്. അപ്പം ഈ കടുത്ത അഴിമതിക്കെതിരായി വിദ്യാഭ്യാസ മന്ത്രിയുടെ നിരുത്തരവാദിത്വത്തിനെതിരായിട്ടുള്ള സമരമാണ്. ധർമ്മവും പ്രാധാന്യവുമില്ലാത്ത ഒരു ധർമ്മേന്ദ്ര പ്രധാനാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹം ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് പിരിച്ചുവിടണം. അതുവരെ വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെയും ജനങ്ങളുടെയും സമരം തുടരും. അതിന് CPIM എല്ലാ പിന്തുണയും നൽകും. CPM പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി CPMന്റെ മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. The protest continues. The police never allow him to protest in parliament. What are the situations happen currently? No, this is the government, nothing to do with the police. Police are working according to Amit Shah, Home Minister. This is Amit Shah's chronology, nothing to do with Delhi police. What Amit Shah will say, Delhi police will do. So this is a sign of their dictatorship. This is a sign of their totalitarian, authoritarian government. We say, why are we here? This is organized by Cockroach Janata Party. This is organized by student organizations. We have supported them because this is a fundamental principle of accountability of a government. Does the government have accountability to its citizens or not? Or can they do anything they damn well want and get away with it? So Amit Shah and Modi ji's chronology has been challenged by the youth of this country from all over India. We congratulate them, we extend our greetings to them, and we will stand with them and by them. അതാണ് പൂർണ്ണ പിന്തുണ, ഐക്യദാർഢ്യം അത് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. വിജു കൃഷ്ണനൊപ്പം MA ബേബി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ ദില്ലിയിലെ ഈ തെരുവീതികളിൽ ചായ കുടിക്കാനായിട്ട് എത്തിയത്. ആ സമയത്താണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രതിഷേധമല്ലാത്ത രീതിയിൽ അണപൊട്ടി ഒലിക്കുന്ന ഒരു സാഹചര്യം. 22ഓളം ചെറുപ്പക്കാരാണ് ഈ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്കിന് ശേഷം ആത്മഹത്യ ചെയ്തത്. ഇതുവരെയായി ഏകദേശം 25 ദിവസത്തോളം ഈ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഇതുവരെ പ്രധാനമന്ത്രിയോ സർക്കാരിൽ നിന്ന് ഒരു വിധത്തിലും ചർച്ചയ്ക്ക് തയ്യാറാവാത്ത സമാധാനപരമായ ഒരു സമരമാണ്. അതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇവിടെ. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റ് പോയപ്പോൾ ജന്തർ മന്ദറിൽ കണ്ടിരുന്നു. ദീപ്കയും കണ്ടിരുന്നു. മറ്റ് ആദർശം സജി, ഐഷി ഘോഷ്, മറ്റ് നിരാഹാരം അവസാനം ഈ സമരം മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാമെന്ന തീരുമാനത്തോടെ സോനം വാങ്ചുക്ക് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അങ്ങനെ തീരുമാനിച്ചു. ഓക്കെ, സോനം വാങ്ചുക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് നടത്തിയ നിരാഹാര സമരവും അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. CPM നേതാക്കൾ ഇപ്പോൾ പൂർണ്ണ പിന്തുണ, ഐക്യദാർഢ്യം അത് ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കയ്ക്കും CJPക്കും അവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾക്കുമൊക്കെ അത് നൽകിയതിനു ശേഷം വരുന്ന വഴിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്. ഇൻ റിപ്പോർട്ടർ, ദില്ലി.